അച്ഛനും അമ്മയും കൊണ്ടുവരാൻ വിചാരിച്ചാലും 6 months കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകണം. പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ടുവരുന്ന അത്ര പ്രാക്ടിക്കലി അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. കാരണം കുറച്ച് അതിന്റെ പ്രൊസീജിയേഴ്സ് കുറച്ചാണ്. പ്രാക്ടിക്കലി കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഉള്ളി ഒരു പ്രോബ്ലം ഇപ്പം ഏജ്ഡ് ആണ് പാരന്റ്സ്. അപ്പം നമ്മൾ ഈവൻ ഇൻഷുറൻസ് എടുത്താലും അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഓൾറെഡി നമുക്ക് പ്രോബ്ലംസ് ആണ് GP കാണണം. അങ്ങനത്തെ മീൻസ് പെട്ടെന്നൊരു നമ്മുടെ നാട്ടിലത്തെ നമുക്ക് നാട്ടിലിപ്പോ പൈസ ഉണ്ട്, നമുക്ക് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വേണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും നമുക്ക് നല്ലൊരു കെയർ കിട്ടും എന്നുള്ളൊരു ഇതുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ ഇറ്റ് വിൽ ടേക്ക് ടൈം, അതാണ് പ്രശ്നം. അപ്പം ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ കെയർ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ബുദ്ധിമുട്ട്. GP-യിൽ രജിസ്റ്റർ ചെയ്യാം, നമ്മളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇൻപേഷ്യന്റ് അല്ലാണ്ട് ഔട്ട് പേഷ്യന്റ് ഇപ്പൊ ANE കൊണ്ടുപോയി കാണിച്ച് അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അല്ലാണ്ട് ഇൻപേഷ്യന്റ് ആയി കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഇപ്പം എന്റെ പാരന്റ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടാണ് വന്നത്. ഇൻഷുറൻസും കൂടെ സെപ്പറേറ്റ് എടുത്തു കൊണ്ടുവന്നു. വിസ എടുക്കുന്നതിന്റെ കൂട്ടത്തില് ഈ 6 months ഇൻഷുറൻസ് കൂടെ എടുക്കണം. അതും കൂടെ എക്സ്ട്രാ എമൗണ്ട് ആവും. അപ്പൊ അതുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുവാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയാണ് വന്നിട്ടില്ല. കാരണം നമ്മളൊക്കെ NI ഒക്കെ പിടിക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഫ്രീ വരുന്ന ആൾക്കാർക്ക് അതില്ലല്ലോ.